Namaste, my dear friends, my dear masters, and my dear gods. I welcome you all to PMC Malayalam. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ സന്തോഷ് സർ ആണ്. സന്തോഷ് സർ കുർണൂൽ ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് സമയത്ത് ആന്ധ്രാപ്രദേശിൽ വർക്ക് ചെയ്യുമ്പോൾ ബ്രഹ്മർഷി പത്രിജീന്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആനാപാനസതി മെഡിറ്റേഷൻ പഠിച്ചതാണ് 2004. അത് കഴിഞ്ഞ് ഒഫീഷ്യൽ ട്രാൻസ്ഫർ തിരുവനന്തപുരത്തേക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെ വേറെ മാസ്റ്റേഴ്സ് ആയിട്ട് സുപ്രിയ ജി, മിനോജ് ജി, ദീപ മിനോജ് ജിന്റെ കൂടെ കണക്ഷൻ ആയി ആൻഡ് വേറെ കുറെ മാസ്റ്റേഴ്സിന്റെ കൂടെ. പത്രിജി സ്വന്തമായിട്ട് തന്നെ 2006 പിരാമിഡ് സ്പിരിച്വൽ സൊസൈറ്റീസ് മൂവ്മെന്റ് പ്രസിഡന്റ് ആയിട്ട് സന്തോഷ് സാറിനെ നോമിനേറ്റ് ചെയ്തത്. ആൻഡ് 2018 PMC മലയാളം ചാനലും സ്റ്റാർട്ട് ചെയ്തു. ആനാപാനസതി മെഡിറ്റേഷൻ 20 years ആയിട്ട് സർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന് കുറെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്, എസ്പെഷ്യലി ഫിസിക്കൽ ബെനിഫിറ്റ്സ്. അതായത് ബ്ലഡ് ഷുഗർ മാറിക്കിട്ടി, അതുപോലെ സ്റ്റേജ് ഫിയറിന്റെ പ്രോബ്ലം അതൊക്കെ മാറിക്കിട്ടി. ആൻഡ് പത്രിജിനെ പല സ്ഥലത്ത് ആനാപാനസതി മെഡിറ്റേഷന് വേണ്ടിയിട്ട് പല സ്ഥലത്ത് കേരളത്തില് കൂടെ എസ്കോർട്ട് ചെയ്തിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഐ വെൽക്കം യു സർ. നമസ്കാരം. താങ്ക് യു സന്തോഷ്. ഇന്ന് ശുഭദിനത്തിൽ സന്തോഷിന്റെ ഞങ്ങളുമായി പങ്കിടാനായിട്ട് ഒരുപാട് PMC വരുന്നതിന് മുന്നേ PSSM സ്പിരിച്വൽ സൊസൈറ്റീസ് മൂവ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സന്തോഷ ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ മംഗോളും ഇങ്ങോളം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരു ടീം പോലെ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം സന്തോഷിന്റെ ഒരുപാട് നോളജ് ബേസ് ഉണ്ട് സന്തോഷിന്. ആ നോളജ് നമ്മളുമായി ഷെയർ ചെയ്യുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു. ഭാരത സംസ്കൃതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് വേദം. വേദങ്ങളിലുള്ള പൊരുളുകൾ, അതാണ് ഇന്നത്തെ ടോപ്പിക്. വേദത്തിൽ ആത്മീയതയുമായി ചേർന്ന് നിൽക്കുന്ന ജ്ഞാനമാണുള്ളത്. ആ ജ്ഞാനത്തെ നിങ്ങളുമായി പങ്കിടാനായി ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഓം ശ്രീ ഗുരവേ നമഃ. PMC മലയാളത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ആധ്യാത്മിക ഭാരമാണ് നാം ഇപ്പോൾ ആഘോഷിക്കുന്നത്. 1947 നവംബർ 11 ആന്ധ്രയിലെ നിസാമാബാദിലെ ബോധൻ എന്ന സ്ഥലത്ത് പൂജാതനായ പത്രിജി അദ്ദേഹത്തിന്റെ 74 വർഷത്തെ ജീവിതത്തിനിടയിൽ അദ്ദേഹം ആർജിച്ച ആനാപാനസതി ധ്യാനമുറ, അതിൻ്റെ മാധുര്യം നുകരുന്ന നമ്മൾ അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. കുട്ടിക്കാലത്തൊരു തബലിസ്റ്റായിരുന്ന പത്രിജി യുവാവായപ്പോൾ ഫ്ലൂട്ട് പഠിച്ചു. പിരമിഡ് സ്പിരിച്വൽ സൊസൈറ്റീസ് മൂവ്മെന്റ് സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ കേരള സ്പർശം 2003 തിരുവനന്തപുരത്ത് ആയിരുന്നു. 1979 ജ്ഞാനോദയം ലഭിച്ച പത്രിജി വേദവ്യാസ മഹർഷിയുടെയും ശ്രീബുദ്ധന്റെയും ഒക്കെ പുനർജന്മമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ അവസരത്തിൽ വേദങ്ങളിലെ ചില പൊരുളുകൾ എന്ന ശീർഷകത്തിൽ അല്പം വേദചിന്തകൾ നിങ്ങളുമായി പങ്കിടാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനു മുൻപായി നമ്മുടെ മനസ്സ് ഒന്ന് തണുപ്പിക്കാനായി അല്പനേരം നമുക്ക് ധ്യാന നിമഗ്നരാകാം. Close your eyes, hands and legs. Be with the breath.
Be with the normal breath. Be with the soft breath. Concentrate on our own normal Swasa. Patriji, Subhash Patriji, Brahmarshi Patriji, Brahmarshi Pitamaha Patriji, our Guru. Anapanasati meditation, pyramid meditation, float meditation. Be with the breath. A few more minutes.
അഗ്നിമീളേ പുരോഹിതം ഓം ഭൂർഭുവസ്സുവഃ തൽസവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. Please open your eyes slowly and smile a little. എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വേദം എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സാമാന്യം വേദത്തെ പറ്റി അറിവില്ലാത്ത ആൾക്കാർ ചുരുക്കമാണ്. വേദം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർക്കുന്നത് വേദവ്യാസനെയാണ്. എന്താണ് വേദവ്യാസൻ ചെയ്തത്? വേദങ്ങളെ വ്യസിക്കുകയാണ് ചെയ്തത്. വേദങ്ങളെ അവയുടെ സ്വഭാവ ഗുണങ്ങൾ അനുസരിച്ച് വ്യസിക്കുകയാണ് ചെയ്തത്. ആ വേദവ്യാസനാണ് വേദങ്ങളെ വ്യസിച്ചതെന്നും വേദങ്ങൾ 4 വേദങ്ങളുണ്ടെന്നും എല്ലാവർക്കും അറിയാം, അല്ലേ? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. അപ്പോൾ ആദ്യമായി ഈ വേദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അറിവ്, ജ്ഞാനം. വേദത്തിന്റെ അർത്ഥം അറിവെന്നും ജ്ഞാനമെന്നും ഒക്കെയാണ്. വിശാലമായിട്ട് വേദത്തിന് ധാരാളം അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് സമയത്തേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. നമുക്കത് സാധിക്കാൻ പ്രയാസമാണ്.
കാരണം എത്രയോ വർഷത്തെ മഹർഷി വര്യന്മാരുടെ അവരുടെ അന്തർദൃഷ്ടിയിൽ നിന്ന് അവർക്ക് നേടിയെടുത്ത പ്രപഞ്ച ഈശ്വര മനുഷ്യ വിജ്ഞാന ഭണ്ഡാകാരങ്ങളായ വേദത്തെ പറ്റി കുറച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും നമുക്ക് സാധാരണക്കാർക്ക് വേദത്തിലെ അല്പം ചില പൊരുളുകൾ മനസ്സിലാക്കാം. അവയെ ഒക്കുന്നിടത്തോളം ചെറിയ രീതിയിൽ, ഒരു ചെറിയൊരു മിഠായിയുടെ രീതിയിൽ നിങ്ങൾക്ക് പകർന്നു തരണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതുകൊണ്ട് വേദത്തിലെ ചില പൊരുളുകൾ, വേദത്തിന്റെ ചില ബേസിക് ആയിട്ടുള്ള ചില കൺസെപ്റ്റുകൾ, ഇനി കൂടുതലായിട്ട് വേദങ്ങളെ പറ്റി പഠിക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിനുള്ള ചില എളുപ്പ വഴികളും ഞാൻ ഇതിൽ കൂടെ പറഞ്ഞു തരാം. വേദ കാലഘട്ടത്തെ പറ്റി നമുക്കറിയാം. എപ്പോഴാണ്? കൃതയുഗത്തിലാണ്, അതായത് സത്യയുഗത്തിൽ. നമുക്കറിയാം 4 യുഗങ്ങളുണ്ട്. മഹായുഗത്തിൽ 4 യുഗങ്ങളുണ്ട്. സത്യയുഗം അഥവാ ത്രേതായുഗം, സത്യയുഗം അഥവാ കൃതയുഗം, പിന്നീട് ത്രേതായുഗം, മൂന്നാമത് വരുന്ന ദ്വാപരയുഗം, പിന്നീട് വരുന്നതാണ് ഇപ്പോഴത്തെ കലിയുഗം. സത്യയുഗം അഥവാ കൃതയുഗത്തിലാണ് യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിന്റെ ഒരു 4 അവതാരങ്ങളായിട്ടുള്ള മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹാവതാരം, നരസിംഹാവതാരം എന്നിവ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ യഥാർത്ഥത്തില് സത്യയുഗത്തിന്റെ അവസാന ഘട്ടങ്ങളാണ്. ഒരു യുഗം എന്ന് പറഞ്ഞാൽ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങളാണ്. അപ്പൊ അത് അവസാന കാലഘട്ടങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ അവതാരങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ത്രേതായുഗത്തിൽ നമുക്കറിയാം വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ അല്ലേ? ത്രേതായുഗത്തിലെ ശ്രീരാമനോ എന്നുള്ള പാട്ട് കേട്ടില്ലേ? ദ്വാപരയുഗത്തിലോ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബലരാമനും ശ്രീകൃഷ്ണനും. കലിയുഗത്തിൽ ആരാണ് അവതരിക്കാൻ പോകുന്നത്? കൽക്കി അല്ലേ? അപ്പൊ ഇതില് ആദ്യത്തെ സത്യയുഗം, അതായത് കൃതയുഗം, അതിലെ ആദ്യ കാലഘട്ടത്തിൽ ഏകദേശം ഒരു പകുതിയോളം വരുന്ന ആ ഒരു ആയിരക്കണക്കിന് വർഷങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ വേദങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഓരോ യുഗത്തിലെ ഓരോ യുഗഘട്ടങ്ങളിലും മനുഷ്യർ ഉണ്ടായിരുന്നു. ഈ മനുഷ്യർക്ക് ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് അവരുടെ ഹൈറ്റിലായിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ കലിയുഗകാലത്ത് ഏകദേശം ഒരു 5 അടി കൂടുതലൊന്നും ഹൈറ്റ് ഇല്ല, അല്ലെങ്കിൽ 5 അടി താഴെ ഹൈറ്റ് ഉള്ളൂ. എന്നാൽ ദ്വാപരയുഗത്തില് ഇത് 10 അടിയോ 10 അടിക്ക് മേളിലോ ആയിരുന്നു ഹൈറ്റ്. ത്രേതായുഗത്തില് 15 അടിയോ അതിൽ കൂടുതലോ ആയിരുന്നു ആൾക്കാരുടെ ഹൈറ്റ്. അപ്പൊ സത്യയുഗത്തിലോ 20 അടിക്ക് മുകളിലോ ആയിരുന്നു അന്നത്തെ മനുഷ്യരുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈറ്റും വെയിറ്റും മനുഷ്യ ശേഷിയും എല്ലാം വളരെ കൂടുതലായിരുന്നു സത്യയുഗത്തിൽ. അതൊരു വലിയൊരു ഘടകമാണ്. അപ്പൊ ഈ കലിയുഗത്തിലാണ് വീണ്ടും വീണ്ടും കുറഞ്ഞ് നമുക്ക് വളരെ കുറഞ്ഞ 5 അടിയോളം ഉള്ള ഹൈറ്റ് വന്നത്. അപ്പം അവരുടെ ബ്രെയിനും അതുപോലെ വലിപ്പത്തിലുള്ളതായിരുന്നു സത്യയുഗത്തിൽ. അപ്പം അവർക്ക് പ്രപഞ്ചത്തെ പറ്റിയുള്ള വിശദാംശങ്ങളും വിവരങ്ങളും സ്വാംശീകരിക്കാനും അത് ഓർമ്മയിൽ നിലനിൽക്കാനും സത്യയുഗത്തിലെ ആൾക്കാർക്ക് വളരെ പവറായിരുന്നു. യഥാർത്ഥത്തിൽ സത്യയുഗത്തിലെ ആൾക്കാരെന്ന് പറയുമ്പോൾ ആൾക്കാർ വളരെ ചുരുക്കമായിരുന്നു. മാത്രമല്ല അവരെല്ലാവരും മഹർഷി വര്യന്മാരായിരുന്നു. മഹർഷി വര്യന്മാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈശ്വരന്മാരുടെ അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ളവരായിരുന്നു. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ സത്യയുഗത്തിൽ, കൃതയുഗത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. ഇനിയും ഒരു കാര്യം അതിനിടയിലൊന്ന് ഓർമ്മിപ്പിക്കാം. നമ്മൾ ജ്ഞാനമെന്നും വിജ്ഞാനമെന്നും കേട്ടിട്ടുണ്ട് അല്ലേ? ജ്ഞാനം എന്നാൽ എന്താണ്? വിജ്ഞാനം എന്നാൽ എന്താണ്? അത് പല സ്ഥലത്തും നമ്മൾ കേൾക്കും. ജ്ഞാനവിജ്ഞാനം, ഭഗവത്ഗീത തന്നെ ജ്ഞാന വിജ്ഞാന യോഗം എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളാണ്, യഥാർത്ഥമായിട്ടുള്ള ചില അറിവുകളാണ്. അത് പലയിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥമായിട്ടുള്ള അറിവുകൾ, ഇത് ഇന്നതാണ്, അത് ഇന്നതാണ് എന്നുള്ള യഥാർത്ഥമായ അറിവുകൾ. അത് ശരിക്കും അത് സ്വാംശീകരിക്കുന്ന ഋഷികൾ വഴിയാണ്. ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള അറിവുകളാണ് അവ. പിന്നീട് അവരുടെ ധ്യാന നിമഗ്നതയിൽ, ഋഷികളുടെ ധ്യാന നിമഗ്നതയിൽ ലഭിച്ചിട്ടുള്ള അറിവുകളാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ വിജ്ഞാനം എന്നാൽ നമ്മുടെ പഠനമാണ്. യാഥാർത്ഥ്യങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നതാണ് വിജ്ഞാനം. അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് മാത്തമാറ്റിക്സിൽ പട്ടികയും കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. അപ്പം നമ്മൾ വിജ്ഞാന സമ്പാദനമാണ്. നമ്മളുടെ ബ്രെയിനിനെ അറിവുകൾ
നേടാൻ വേണ്ടി, അറിവുകൾ സ്വാംശീകരിക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിനിനെ ശീലിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ കൂടുതൽ എഡ്യൂക്കേഷൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ വിജ്ഞാനങ്ങൾ സമാഹരിക്കാനുള്ള ശേഷി നമുക്ക് വരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിലവിലുള്ള അറിവുകളാണ്. വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ സ്വാംശീകരിക്കുന്ന അറിവുകളാണ്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഇനി വീണ്ടും തിരിച്ച് പഴയതിലേക്ക് തന്നെ വരാം. സത്യയുഗത്തിലെ ഋഷിമാര്, അപ്പൊ അവര് അന്നത്തെ ആൾക്കാർ ഋഷീശ്വരന്മാരായിരുന്നു എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്താണ് അന്നത്തെ അവരുടെ ദൈനംദിന ചര്യകൾ? ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ശരീരശുദ്ധി നടത്തുക. ശരീരശുദ്ധി നടത്തിയതിനു ശേഷം പിന്നീട് ഭക്ഷണം അല്പം മാത്രമായിരുന്നു. ഇലകളും ഫലമൂലാദികളും അത് തന്നെ ദിവസത്തിൽ 1 or 2 തവണ വളരെ അല്പം മാത്രം ഭക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. നമ്മുടെ രാമായണത്തിലൊക്കെ പറയുന്നുണ്ട്, ബല അതിബല എന്ന് പറഞ്ഞ 2 സാധനങ്ങൾ കഴിക്കുന്നു പറഞ്ഞ ഒരു തരം ഇലകളാണ്. അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം എനർജി നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതിലൂടെ ഉള്ള വളരെ ചുരുങ്ങിയ ഭക്ഷണമുറകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നീട് അവർക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ധ്യാനമാണ്. പ്രപഞ്ചജ്ഞാനം നേടാനായിട്ട് അവര് ധ്യാനം ആണ് അവർ ആചരിച്ചിരുന്നത്. അതായത് ദിവസത്തിൽ ഏകദേശം 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഏകദേശം 10-20 മണിക്കൂറോളം യഥാർത്ഥത്തിൽ അവർ ധ്യാനത്തിൽ തന്നെയാണ്. രാപകലെന്നില്ലാതെ വളരെ അത്യാവശ്യത്തിനുള്ള ഉറക്കം മാത്രം, ബാക്കി രാപകലെന്നില്ലാതെ അവര് തുടർച്ചയായിട്ട് ധ്യാനത്തിൽ നിമഗ്നരായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് മണിക്കൂറുകൾ നീണ്ട ധ്യാനത്തിലൂടെ അവരുടെ അന്തർദൃഷ്ടികൾ തുറക്കുകയായി. ഇപ്പം നമ്മളും അവിടെ ആനാപാനസതി മെഡിറ്റേഷൻ പറയുന്നുണ്ട്, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പല കാഴ്ചകൾ കാണാം. നമ്മൾ ഇങ്ങനെ ആടുന്നത് പോലെ തോന്നും. നമ്മൾ പല കളറുകൾ കാണും. പിന്നെ പ്രകൃതിയിലെ പല കാര്യങ്ങൾ കാണും. ഗുരുക്കന്മാരെ കാണും, ദേവന്മാരെ കാണും. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്ഞാനദൃഷ്ടി, നമ്മുടെ അന്തർദൃഷ്ടി കുറേശ്ശെ തുറന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ 20 മണിക്കൂറോളം പിന്നെ ദിവസത്തിന്റെ 3/4 ഭാഗത്തോളം ധ്യാനനിമഗ്നരായിരിക്കുന്ന ഋഷീശ്വരന്മാർക്ക് അവരുടെ അന്തർദൃഷ്ടി അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ആണ് അവര് ജ്ഞാനം നേടിയത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ പറയുന്ന ആർഷജ്ഞാനം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെ അകക്കണ്ണിലൂടെ, അന്തർദൃഷ്ടിയിലൂടെ യഥാർത്ഥത്തിൽ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളിലേക്ക് അവര് പ്രവേശിച്ചു. അവർ പ്രപഞ്ചത്തെ അറിഞ്ഞു. പ്രപഞ്ചത്തെ പൂർത്തിയായിട്ട് അവരറിഞ്ഞു. അവര് ഈശ്വര സത്തയെ അറിഞ്ഞു. ഈശ്വരനിൽ നിന്ന് പ്രപഞ്ചവും, പ്രപഞ്ചത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും, പഞ്ചഭൂതത്തിൽ നിന്ന് പദാർത്ഥങ്ങളും, അവയിൽ നിന്ന് മനുഷ്യനും സൃഷ്ടി നേടിയതായി അവർ മനസ്സിലാക്കി. ഈ ഭൂതങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് പേടിക്കണ്ട. ഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉണ്ടായത്, ഭവിച്ചത് എന്നൊക്കെയുള്ളതാണ് അർത്ഥം. അപ്പൊ അന്നത്തെ കാലത്ത് യഥാർത്ഥത്തിൽ പ്രപഞ്ചം മാത്രമേ ഗോചരമായിട്ടുണ്ടായിരുന്നുള്ളൂ ഇവർക്കെല്ലാവർക്കും. പ്രപഞ്ചത്തിൽ ആകപ്പാടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പിന്നെ ചുറ്റുപാടുമുള്ള പ്രപഞ്ചവും, അല്ലാതെ ഒന്നുമില്ല. പിന്നെ സാധാരണ മനുഷ്യരല്ല, ഋഷികളായിട്ടുള്ള മനുഷ്യരും. അപ്പം പ്രപഞ്ചത്തെ പറ്റി അവർക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. അങ്ങനെ അവർ മനസ്സിലാക്കി, അന്തർദൃഷ്ടിയിൽ നിന്ന് അവർ മനസ്സിലാക്കി ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഓരോ പദാർത്ഥങ്ങളും ഉണ്ടായത്. ഈ പദാർത്ഥങ്ങളിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായത്. സസ്യലതാദികളും മനുഷ്യനും എല്ലാം ഉൾപ്പെടെ ഉണ്ടായത് അതിൽ നിന്നാണ്. അപ്പം മനുഷ്യൻ ഉണ്ടായതിനു ശേഷം മനുഷ്യൻ വീണ്ടും അതിനെപ്പറ്റി ഗവേഷണം നടത്താനായിട്ട് തുടങ്ങുകയാണ്. അപ്പം മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് എത്താൻ, തിരിച്ച് ഈശ്വരനിലേക്ക് എത്താൻ, ഈശ്വരനിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി, അതിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി, അതിൽ നിന്ന് മനുഷ്യനുണ്ടായി. വീണ്ടും ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ ഈശ്വരനിലേക്ക് എത്താൻ എന്താണ് വഴി എന്നുള്ളത് അവര് ചിന്തിച്ചു. അങ്ങനെ അത് അവർ ആലോചിച്ച് അവരുടെ ധ്യാനം ചെയ്ത് അവരുടെ അന്തർദൃഷ്ടിയിൽ നിന്നും അവര് മനസ്സിലാക്കി. അപ്പൊ ഈ മനസ്സിലാക്കിയ ആ വിവരങ്ങൾ, ഈ മനസ്സിലാക്കിയ
ജ്ഞാനഭണ്ഡാകാരങ്ങൾ, ഇങ്ങനെയുള്ള അവർ നേടിയ വിജ്ഞാനങ്ങൾ ആണ് അവരുടെ സ്വന്തം ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്താൽ. യഥാർത്ഥത്തിൽ ഇതിനെയാണ് വേദ അംശങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ അവർ നേടിയ വിജ്ഞാനത്തിന്റെ അംശങ്ങളെയാണ് യഥാർത്ഥത്തിൽ വേദ അംശങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഒരു ഋഷിയുടെ മാത്രം അനുഭവമില്ല. വിശാലമായ ഭാരത ഭൂവിഭാഗത്തിലെ അനേകം ഋഷിമാർ ഇതുപോലെ ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അനേകം ഋഷിമാര് ഇതുപോലെ ഭാരതഭൂവിൽ അങ്ങോളം ഇങ്ങോളമുള്ള അനേകം മഹർഷിമാര് ഇതുപോലെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം. അവരിൽ ഓരോരുത്തരിൽ നിന്നും ഓരോ വേദാംശങ്ങൾ ഉരുത്തിരിഞ്ഞു. അങ്ങനെ അനേകം വേദാംശങ്ങൾ ഭാരതഭൂമിയിൽ ഉടനീളം ലഭ്യമായി. ഇവയെല്ലാം യഥാർത്ഥത്തില് വാങ്മൊഴിയിലൂടെയായിരുന്നു എന്നായിരുന്നു യാഥാർത്ഥ്യം. ശരിക്കും സംസ്കൃത ഭാഷയൊന്നും ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളായിരുന്നു ആ സമയത്ത്. സംസ്കൃത ഭാഷ വന്നതിന് ശേഷം പലതും വരമൊഴിയാക്കപ്പെട്ടു. പക്ഷെ ആദ്യകാലത്ത് പലതും വാമൊഴിയായിരുന്നു. അപ്പം ഓരോ ഋഷിമാർക്കും കിട്ടിയ ആ വിജ്ഞാനങ്ങള് അവരുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അന്ന് ഗുരുശിഷ്യ ബന്ധമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അത് നമ്മുടെ ഇന്ന് കൂട്ട് സ്കൂളുകളോ കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ ഒന്നുമില്ലല്ലോ. അപ്പം ഗുരുശിഷ്യ ബന്ധമാണ്. ഗുരു നേടിയ ജ്ഞാനങ്ങള് ശിഷ്യന്മാർക്കായിട്ട് വിജ്ഞാനപ്രദമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ അവരെ മനസ്സിലാക്കും. ഈ ശിഷ്യന്മാര് വീണ്ടും തപസ്സനുഷ്ഠിച്ച് അവർക്ക് വീണ്ടും കിട്ടിയ കുറെ വിവരങ്ങളെല്ലാം ചേർത്ത് അവരുടെ ശിഷ്യന്മാർക്കും ശിഷ്യ പരമ്പരകൾക്കും കൊടുക്കും. അപ്പം ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിവരങ്ങൾ അവര് പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് വീണ്ടും അത് സ്പ്രെഡ് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ ആ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പം വാങ്മൊഴിയായിരുന്നു പലതും, പക്ഷെ പിന്നീട് പലതും വരമൊഴിയായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി ഈ വേദാംശങ്ങളെ അവയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വേദവ്യാസൻ തരംതിരിച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഭാരത ഭൂവിഭാഗത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുന്ന വേദാംശങ്ങൾ പല രീതിയിലുള്ളതാണ്. അപ്പൊ അതിനെ വേദവ്യാസൻ എന്ന് പറയുന്ന ആ മഹാൻ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചേർന്ന് ഈ ഭാരതഭൂവിലെ വേദാംശങ്ങളെല്ലാം കൂടെ കളക്ട് ചെയ്ത് അതിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു എന്നാണ് പറയുന്നത്, ബസിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിനെ സഹായിച്ച 4 പ്രധാനപ്പെട്ട ശിഷ്യന്മാരായിരുന്നു പൈലൻ, ജൈമിനി, വൈശംപായനൻ, സുമന്തു എന്നിവർ. അപ്പം ഈ വേദാംശങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം വേർതിരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. 4 തരത്തിലാണ് അദ്ദേഹം അതിനെ വേർതിരിച്ചത്. കാരണം ഇതൊക്കെ വേർതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ വേണമെന്ന് അത്രയ്ക്ക് ജ്ഞാനം സമ്പാദിച്ച ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള വേദവ്യാസം എന്നൊക്കെ പറഞ്ഞാൽ സാക്ഷാൽ ഈശ്വരനായിരുന്നു. വേദവ്യാസനും അതുപോലെ വ്യാസന ശിഷ്യന്മാരും ഒക്കെ യഥാർത്ഥത്തിൽ ഈശ്വരന്മാരായിരുന്നു. അത്രയും പവർഫുൾ ആയിട്ടുണ്ടായിരുന്നു. അവര് വേദങ്ങളെ വേദാംശങ്ങളെ വേർതിരിച്ചത് 4 തരത്തിലായിരുന്നു. ഒന്ന്, ജ്ഞാനാത്മകം, ജ്ഞാനത്തെ ഉയർത്തുന്നവ. അതായിരുന്നു ഒരു വിഭാഗം. പ്രത്യേകിച്ചും അതിനകത്ത് കൂടുതലും യോഗയും ധ്യാനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ജ്ഞാനാത്മകങ്ങളായിട്ടുള്ള കാര്യങ്ങളെ ക്രോഡീകരിച്ചിട്ട് അതിന് ഒരു വേദം എന്ന് പേര് കൊടുത്തു. അതിന് കൊടുത്ത പേരാണ് ഋഗ്വേദം. അത് ജ്ഞാനാത്മകമായിരുന്നു. രണ്ടാമത്തെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് കർമാത്മകമായ വേദാംശങ്ങൾ. കർമ്മങ്ങളെ പറ്റി, അതായത് ജ്ഞാനത്തെ കർമ്മത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള വേദാംശങ്ങൾ. ജ്ഞാനത്തെ കർമ്മങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ട്, അവിടെ പ്രാധാന്യം കർമ്മങ്ങൾക്കാണ്. കർമ്മത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന ജ്ഞാനത്തെ, അങ്ങനെയുള്ള വേദാംശങ്ങളെല്ലാം കർമാത്മകം എന്ന് പേര് കൊടുത്തിട്ട് അതിന് യജുർവേദം എന്ന് പേര് കൊടുത്തു. കർമാത്മകമായ ജ്ഞാനത്തെ യജുർവേദം എന്ന് പേര് കൊടുത്തു. പിന്നീട് ജ്ഞാനത്തെ സംഗീതത്തിലൂടെ ഉയർത്തുന്ന ഒരു രീതിയിലുണ്ടായിരുന്നു കുറെ വേദാംശങ്ങൾ. അങ്ങനെ ജ്ഞാനത്തെ സംഗീതത്തിലൂടെ ഉയർത്തുന്ന ആ തരത്തിലുള്ള വേദാംശങ്ങളെല്ലാം ചേർത്ത്
ആനന്ദാത്മകമായ ആ അംശങ്ങളെല്ലാം കൂടെ ചേർത്ത് അതിന് സാമവേദം എന്ന് പേര് കൊടുത്തു. പിന്നെ ജ്ഞാനത്തെ വൈദ്യത്തിലൂടെ പരിരക്ഷിക്കുക, അതിലൂടെ അതിനെ ഉയർത്തുക, ജ്ഞാനത്തെ ഉയർത്തുക. അങ്ങനെ പരിരക്ഷാത്മകമായ ആ ജ്ഞാനത്തെ, അങ്ങനെയുള്ള വേദാംശങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് അഥർവവേദം എന്ന് പേര് കൊടുത്തു. അപ്പം ഋഗ്വേദം ജ്ഞാനാത്മകവും, യജുർവേദം കർമാത്മകവും, സാമവേദം ആനന്ദാത്മകവും, അഥർവവേദം പരിരക്ഷാത്മകവും ആയി ഭവിച്ചു. ഇനി ഇതിനിടയിൽ ഒന്നുകൂടെ പറയട്ടെ, ഈ വേദങ്ങളുടെ ഒറിജിനലായിട്ടുള്ള ഈ വേദങ്ങളുടെ കാര്യങ്ങളെല്ലാം പൂനെയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് ഭണ്ഡാർക്കർ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോഴും ഉണ്ട്. അത് അവര് പരീക്ഷിക്കുന്നുണ്ട്. പൂനെയിലെ ഭണ്ഡാർക്കർ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ വേദങ്ങളുടെ ഒരു ഒറിജിനൽസ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ വേദങ്ങളെല്ലാം തന്നെ മനുഷ്യനായിട്ടുള്ളതാണ്. പ്രതിപാദ്യം എന്താണ്? പ്രപഞ്ചവും ഈശ്വരനും മനുഷ്യനും മാത്രം. നമ്മുടെ പുരാണങ്ങളെ പറ്റിയോ പുരാണങ്ങളിലുള്ളതിനെ പോലെയോ ഇതിഹാസങ്ങളിലുള്ളതിനെ പോലെയോ കഥകളിലുള്ളതിനെ പോലെയോ ഒന്നുമല്ല. അതിനകത്ത് പ്രതിപാദ്യ വിഷയങ്ങൾ മൂന്നെണ്ണേ ഉള്ളൂ. എന്താണ്? പ്രപഞ്ചം, ഈശ്വരൻ, മനുഷ്യൻ. ഇത് തമ്മിലുള്ള ബന്ധങ്ങൾ, ഇത് തമ്മിലുള്ള കാര്യങ്ങൾ, ഇവ എങ്ങനെ പരിണമിക്കുന്നു, എങ്ങനെയൊക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യഥാർത്ഥ പ്രതിപാദ്യ വിഷയങ്ങൾ. അതുപോലെ ഇതിനകത്തുള്ള ദേവന്മാരാണ്. ഇതിനകത്ത് ദേവന്മാരെ നമ്മുടെ ഇപ്പോഴത്തെ ദേവന്മാരെ പോലെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഗണപതി, ദേവി, അങ്ങനെയുള്ള ദേവിമാരൊന്നും ഇതിനകത്ത് പ്രതിപാദ്യ വിഷയമല്ല. അതായത് ബിഗിനിങ്ങില് ഉള്ളായിരുന്നുണ്ട്. നമുക്ക് കണ്ണുകൾക്ക് ദൃശ്യമായ ദേവൻ എന്ന് പറയുന്നത് അന്നും ഇന്നും സൂര്യനാണ്. സൂര്യ ഭഗവാൻ ഉണ്ട്. പിന്നെ അഗ്നിയുണ്ട്, വായുവുണ്ട്, വരുണനുണ്ട്, പിന്നെ ആകാശത്ത് ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ട്, പിന്നെ അഷ്ടദിക്പാലകന്മാർ എന്നുള്ള സങ്കല്പവും ഉണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ വേദങ്ങളിലെ ദേവന്മാർ, അല്ലെങ്കിൽ ദേവകൾ. ഇതൊക്കെയാണ് അഗ്നി, വായു, സൂര്യൻ, ചന്ദ്രൻ, വരുണൻ, അഷ്ടദിക്പാലകർ എന്നുള്ളതൊക്കെ. പിന്നീട് പരിണാമത്തെ ദശയിൽ വന്നതാണ് നമ്മുടെ മറ്റുള്ള ദേവഗണങ്ങൾ എല്ലാവരും തന്നെ. ഇനി വേദത്തെ പറ്റി വീണ്ടും തിരിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഋഗ്വേദത്തില് ഈ വേദങ്ങളിനകത്തെല്ലാം മന്ത്രങ്ങളാണുള്ളത്. ആ മന്ത്രങ്ങൾ എങ്ങനെയാണ്? എത്ര മന്ത്രങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ഋഗ്വേദത്തില് 10500 മന്ത്രങ്ങളുണ്ട്. 10500ഓളം മന്ത്രങ്ങളാണ് ഋഗ്വേദത്തിൽ ഉള്ളത്. പിന്നെ യജുർവേദത്തിലാണെങ്കിലോ, യജുർവേദത്തില് 1975 മന്ത്രങ്ങളുണ്ട്. അതിലത് 40 അധ്യായങ്ങളിലായിട്ടാണ് ഇത് യജുർവേദത്തിലെ ഈ മന്ത്രങ്ങളെ ക്രോഡീകരിച്ച് എഴുതിയിരിക്കുന്നത്. പിന്നീട് സാമവേദത്തിലാണെങ്കിലോ, സാമവേദത്തില് 5 കാണ്ഡങ്ങളായിട്ടാണ് തിരിച്ചേക്കുന്നത്. 1875 മന്ത്രങ്ങളാണ് സാമവേദത്തിൽ ഉള്ളത്. ഇത് ഒരു ചെറിയ വേദമാണ്. മറ്റുള്ള 3 വേദങ്ങളെ അപേക്ഷിച്ച് സാമവേദം അല്പം ചെറുതാണ്. 1875 മന്ത്രങ്ങളേ ഉള്ളൂ. ഇനി അഥർവവേദത്തിലാണെങ്കിലോ അതിൽ 20 കാണ്ഡങ്ങളുണ്ട്. അതിൽ 5977 മന്ത്രങ്ങളാണ് അതിലുള്ളത്. ഇനി വേദത്തിലുള്ള 4 ഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 4 ഭാഗങ്ങളിൽ 1 സംഹിത എന്ന് പറയും, 2 ബ്രാഹ്മണം എന്ന് പറയും, 3 ആരണ്യകം എന്ന് പറയും, 4 ഉപനിഷത്തുകൾ എന്ന് പറയും. സംഹിത എന്ന് പറഞ്ഞത് പദങ്ങൾ കൂടി ചേർന്നിരിക്കുന്നതാണ് സംഹിത എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. ഇത് നമ്മുടെ സാധാരണ ലാംഗ്വേജിൽ ടെക്സ്റ്റ് എന്ന് പറയും. ഇതിലെല്ലാം മന്ത്രങ്ങളാണ്, വേദമന്ത്രങ്ങൾ. ആ മന്ത്രങ്ങൾ സംസ്കൃതത്തിലെ വേദമന്ത്രങ്ങളാണ് ഈ സംഹിതയിൽ വരുന്നത്. പ്രധാനമായിട്ട് ഇതിനകത്തുള്ളത് സൂക്തങ്ങളാണ്. സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും. പുരുഷ സൂക്തമുണ്ട്, സഹസ്രശീർഷ, പുരുഷ സഹസ്രാക്ഷ, സഹസ്രപാദ് എന്ന് തുടങ്ങുന്ന പുരുഷ സൂക്തമുണ്ട്. ഹിരണ്യവർണ്ണാം ഹരിണിം സുവർണസൃജാം ചന്ദ്രാഹിരണ്മീം ലക്ഷ്മീം ജാതവേദോമ ആവഹ എന്ന് തുടങ്ങുന്ന ശ്രീ സൂക്തമുണ്ട്. പ്രാതരഗ്നിം പ്രാതരേന്ദ്രം ഹവാമഹേ പ്രാതർമിത്ര വരുണ പ്രാതരശ്വിന എന്ന് തുടങ്ങുന്ന ഭാഗ്യസൂക്തം ഉണ്ട്. സംസമിദ്യുവസേ വൃഷന്നഗ്നേ വിശ്വന്യര്യ എന്ന് തുടങ്ങുന്ന ഐകമത്യ സൂക്തമുണ്ട്. സ്വസ്തിനോ മിമീതാമശ്വിനാ ഭഗസ്വസ്തി എന്ന് തുടങ്ങുന്ന സ്വസ്തി സൂക്തം.
ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് സൂക്തങ്ങൾ. ഇതുപോലെ ധാരാളം സൂക്തങ്ങൾ ഉണ്ട് ഈ സംഹിതയിൽ. പിന്നീട് ബ്രാഹ്മണം എന്ന് പറയുന്നത് വേദങ്ങളുടെ ആദ്യത്തെ വ്യാഖ്യാനങ്ങളാണ് ഈ ബ്രാഹ്മണം എന്ന് പറയുന്നത്. യജ്ഞ സംസ്കാരങ്ങളൊക്കെ വളർന്ന് വ്യാപരിച്ചത് ഇതിലൂടെയാണ്. അപ്പം വേദങ്ങളുടെ ആദ്യത്തെ ചെറിയ വ്യാഖ്യാനങ്ങളാണ് ബ്രാഹ്മണം എന്ന് പറയുന്നത്. പിന്നീട് മൂന്നാമത് വരുന്ന ആരണ്യകങ്ങളാണ്. ആരണ്യങ്ങളുടെ എന്താണ് കാര്യങ്ങൾ? അനുഷ്ഠാനങ്ങളിലൂടെ വിരക്തി സമ്പാദിച്ച് ഈശ്വരനിലേക്ക് എത്താനുള്ള സന്യാസത്തിനുള്ള ആചരണങ്ങളാണ് ഇവ. പ്രധാനം ധ്യാനം തന്നെ. ധ്യാനം എങ്ങനെ ചെയ്യണം, ധ്യാനിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അഷ്ടാംഗ യോഗങ്ങളും ഇതിനകത്താണ് വരുന്നത്. പിന്നീട് നാലാമത് വരുന്നതാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. വേദങ്ങളുടെ അന്തിമമായ വ്യാഖ്യാനങ്ങളാണ് ഇവ. അതിനാൽ ഇവയെ വേദാന്തം എന്നും പറയാം. ഉപനിഷത്തുകളെ വേദാന്തം എന്നും പറയാം. ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സംശയരഹിതമായ യാഥാർത്ഥ്യത്തിന് സമീപം ആയിട്ടുള്ളതാണ്. സംശയരഹിതമായ യാഥാർത്ഥ്യത്തിന് സമീപമുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ്. ഒരു സംശയമില്ല അതിനകത്ത്. നമ്മൾ അതിനകത്ത് ചോദ്യം ചോദിക്കേണ്ട കാര്യമേ ഇല്ല. അത്രയ്ക്ക് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഈ ഇതിന്റെ കൂടത്തിൽ ഞാൻ വന്ന് പറയട്ടെ, ഭഗവത്ഗീതയൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ശരിക്കും കൃഷ്ണൻ ഇടയ്ക്ക് അർജുനോട് പറയുന്നുണ്ട്, വേദാനാം സാമവേദോസ്മി എന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സാമവേദം എന്ന് പറഞ്ഞാൽ സമം എന്നാണ് അർത്ഥം. സാമവേദം സമം എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക എന്നൊക്കെയാണ്. ആനന്ദം പ്രദാനം ചെയ്യുക എന്നൊക്കെയാണ്. സമാധാനം നിറഞ്ഞ കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും അങ്ങനെ അവ പഠിപ്പിച്ച് ഇതിലൂടെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുക. അതാണ് കൃഷ്ണൻ പറഞ്ഞത്. നമുക്കറിയാം ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. അതിൽ 1 മുതൽ 6 വരെ അധ്യായങ്ങൾ കർമ്മയോഗത്തെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ ഭക്തിയോഗമാണ് പ്രാധാന്യം നൽകുന്നത്. പിന്നീട് 13 മുതൽ 18 വരെ ഉള്ള അധ്യായങ്ങൾ, ഭഗവത്ഗീതയിലെ അധ്യായങ്ങൾ നമ്മളെ ജ്ഞാനയോഗമാണ് പഠിപ്പിക്കുന്നത്. വേദങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു പോകാം. വേദങ്ങളില് ശ്ലോകങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. അവയെ മന്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സംഹിതകൾ എന്ന് പറയുന്നു. ഗൂഢമായ അർത്ഥങ്ങളാണ് അതിനകത്തുള്ളത്. ലളിതമായ അർത്ഥങ്ങളാണ് ഏതിലുള്ളത്? സംഹിതകളിലും ആരണ്യകങ്ങളിലും ഉപനിഷത്തുകളിലും ഉള്ളത്. ഇനി വേദശാഖകളെ പറ്റി അല്പം പറയാം. 1200ഓളം ശാഖകൾ ഭാരതത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. വ്യാസൻ വേർതിരിച്ചപ്പോൾ ഓരോ വേദത്തിലും എത്ര ശാഖകളാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഋഗ്വേദത്തിലാണെന്നുണ്ടെങ്കിൽ 21 ശാഖകൾ ഉണ്ടായിരുന്നു. ഋഗ്വേദത്തിൽ 21 ശാഖകൾ എന്ന് പറഞ്ഞാൽ 21 മഹാമുനിമാര് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഈ ഋഗ്വേദത്തിൽ അദ്ദേഹം ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഋഗ്വേദത്തിൽ 21 ശാഖകൾ ഉണ്ടായിരുന്നു. അതുപോലെ യജുർവേദത്തിന് 109 ശാഖകൾ ഉണ്ടായിരുന്നു. 109 ശാഖകൾ, 109 മുനിമാരുടെ അറിവുകൾ ശേഖരിച്ച കാര്യങ്ങൾ ഏകദേശം ഒരേ സ്വഭാവത്തിലായതുകൊണ്ട് ആ കർമ്മ കാരണമായിട്ടുള്ള സ്വഭാവത്തിലുള്ളതുകൊണ്ടാണ് അതാണ് യജുർവേദത്തിലുള്ളത്. പിന്നെ സാമവേദത്തിൽ 1000 ശാഖകൾ ഉണ്ടായിരുന്നു. അഥർവവേദത്തിൽ 50 ശാഖകൾ. അങ്ങനെ ആകെ 1180ഓളം ശാഖകളാണ് ഈ വേദങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ 1200 1500ഓളം ശാഖകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ച കാര്യങ്ങൾ സ്വാംശീകരിച്ച് അത് പ്രാധാന്യം നോക്കി അദ്ദേഹം ഈ 1180 ശാഖകൾ അതിനെ അംഗീകരിച്ച് ഈ 4 വേദങ്ങളിലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഈ ഓരോ ശാഖകൾക്കും ഓരോ ഉപനിഷത്തുകളുണ്ട്. അതാണ് വേറൊരു കാര്യം. 1180 ശാഖകളിലും കൂടെ ചേർന്ന് ഓരോരോ 1180 ഉപനിഷത്തുകൾ യഥാർത്ഥത്തിലുണ്ട്. എന്നാൽ ഇതിലെ ശ്രേഷ്ഠമായ ഉപനിഷത്തുകൾ വളരെ കാര്യമായിട്ട് ഉള്ള കാര്യങ്ങൾ ഉള്ളത് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ പറയുന്നത് 108 എണ്ണമാണ്. 108 ഉപനിഷത്തുകളിലാണ് ശ്രേഷ്ഠമായ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ സർവാംഗീണമായ സൗന്ദര്യമുള്ളത്, വളരെ ക്ലിയർ ആയിട്ട് ജ്ഞാനങ്ങൾ വിളമ്പെത്തുന്നിരിക്കുന്നു, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഥകളോടുകൂടി ജ്ഞാനങ്ങൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 10 ഉപനിഷത്തുകൾക്കാണ്. ഈ 10 ഉപനിഷത്തുകൾക്കാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് എന്ത്? ദശോപനിഷത്തുകളെന്ന്. അപ്പം
സർവാംഗീണമായ സൗന്ദര്യമുള്ള 10 ഉപനിഷത്തുകൾ, ദശോപനിഷത്തുകൾ. ഏതൊക്കെയാണ് ദശോപനിഷത്തുകൾ എന്നറിയാമോ? അത് പറയാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൊണ്ടൊന്നും, ഈ ഉപനിഷത്തുകൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ധ്യാനാത്മകമായ ജീവിതത്തിൽ ഋഷീശ്വരന്മാർക്ക് ലഭിച്ച ഉൾക്കാഴ്ചകളും വെളിപാടുകളുമാണ് യഥാർത്ഥത്തിൽ ഉപനിഷത്തുകൾ. എന്താണ്? ധ്യാനാത്മകമായ ഋഷീശ്വരന്മാർ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച, അവരെ ആർജിച്ച ഉൾക്കാഴ്ചകളും വെളിപാടുകളുമാണ് ഈ യഥാർത്ഥത്തിൽ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. വേദത്തെ ഒരു വൃക്ഷമായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ വേദമാകുന്ന ആ വൃക്ഷത്തിന്റെ സ്വാദിഷ്ടമായ ഫലങ്ങളാണ് യഥാർത്ഥത്തിൽ ഉപനിഷത്തുകൾ. വേദമാകുന്ന വൃക്ഷത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന സ്വാദിഷ്ടമായ ഫലങ്ങളാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അതിനാൽ ഉപനിഷത്ത് പഠിച്ചാൽ വേദം പഠിച്ചതിന് തുല്യം. അപ്പൊ എന്തോ നമ്മൾ ചെയ്യേണ്ടേ? നമ്മൾ വേദമൊന്നും വിശാലമായിട്ട് പഠിക്കാൻ പോകണ്ട, പിന്നെ ദശോപനിഷത്തുകൾ പഠിച്ചാൽ മതി. മനുഷ്യ ദുഃഖങ്ങൾക്ക് യഥാർത്ഥ കാരണം എന്താണ്? അധ്യാത്മവിദ്യയുടെ അഭാവമാണ്. അധ്യാത്മവിദ്യയുടെ അഭാവമാണ് മനുഷ്യരുടെ ദുഃഖങ്ങൾക്ക് കാരണം എന്നാണ് വേദങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നത്. ആ ദുഃഖത്തെ സുഖമാക്കാൻ എന്ത് ചെയ്യണം? അധ്യാത്മവിദ്യ ചെയ്യണം. ദുഃഖത്തെ സുഖമാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അധ്യാത്മവിദ്യയാണ്. ഈ അധ്യാത്മവിദ്യ നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപനിഷത്തുകൾ വായിക്കണം, ഉപനിഷത്തുകൾ പഠിക്കണം. അത് എല്ലാവരും ശ്രമിക്കണം. ഇപ്പം ആധ്യാത്മിക വിദ്യ പഠിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മളിപ്പം PMC മലയാളത്തിന്റെ ആദ്യത്തിൽ നമ്മൾ നടത്തുന്ന ഈ പരിപാടികളെല്ലാം ഇതുപോലെ വെച്ച അധ്യാത്മ വിദ്യകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള സൽപ്രഭാഷണങ്ങൾ കേട്ടു. അതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്വാംശീകരിച്ചു, അല്ലെ? കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടി. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് അധ്യാത്മ വിദ്യ എന്ന് പറയുന്നത്. ഇപ്പൊ വേദങ്ങളിലുള്ള ഈ അധ്യാത്മ വിദ്യകൾ ഇതെല്ലാം നമ്മൾ ഉപനിഷത്തുകൾ പഠിക്കുക വഴി നമ്മൾ നേടണം എന്നാണ് പറയുന്നത്. ഈ ഉപനിഷത്തോ, ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും പലർക്കും പല കൺഫ്യൂഷൻ ആയിരിക്കും. ഇതെന്തോ ഇത് വേദം എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ പഠിക്കുന്നത്? അപ്പൊ ഇതൊന്നും ചെയ്യണ്ട, ഇതൊന്നും ഒരുപാട് ഡീപ്പായിട്ട് പോകണ്ട, ഉപനിഷത്തുകൾ പഠിച്ചാൽ മതി. എന്തുകൊണ്ടാണ്? ഉപനിഷത്തുകള് കൊച്ചു കൊച്ചു കഥകളും ഒക്കെ ചേർത്താണ് പറയുന്നത്. ചെറിയ കഥകളുടെ രൂപത്തിലാണ് ആ ഉപനിഷത്തുകളുടെ രചന. അതിനാൽ ഇക്കാലത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള വ്യാഖ്യാനങ്ങളുണ്ട്. നമുക്കറിയാം ശങ്കരാചാര്യ സ്വാമികളെ പറ്റി. നമ്മുടെ അദ്വൈതാചാര്യനായിരുന്ന ശങ്കരാചാര്യ സ്വാമികൾ ദശോപനിഷത്തുകൾക്ക് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമികളുടെ വ്യാഖ്യാനങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ശങ്കരാചാര്യ പുരാണങ്ങളെ ഒന്നും അംഗീകരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം പ്രസ്ഥാനത്രയങ്ങൾക്കാണ് ഭാഷ്യങ്ങൾ രചിച്ചിരിക്കുന്നത്. പ്രസ്ഥാനത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഭഗവത്ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഇതൊക്കെ ഇത് മൂന്നുമാണ് പ്രസ്ഥാനത്രയങ്ങൾ. അപ്പം അതിനാണ് അദ്ദേഹം വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുള്ളത്. ഇനി ദശോപനിഷത്തുകൾ ഏതാണെന്ന് കൂടി പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ ചുരുക്കാം. ദശോപനിഷത്തുകൾ ഈശാവാസ്യമിതം സർവം എന്നത് ഈശാവാസ്യ ഉപനിഷത്ത്, അത് ഒരെണ്ണമാണ്. പിന്നീട് ആദ്യം ഞാൻ ചൊല്ലിയ സഹനാവവതു എന്ന മന്ത്രമുള്ള കഠോപനിഷത്ത്. പിന്നെ നമ്മൾ പലരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം പ്രത്യേകിച്ച് പല ആശ്രമങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവർ, ബ്രഹ്മാഗ്നോ, ബ്രഹ്മണാഹുതം, ബ്രഹ്മേവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിന. ഭഗവത്ഗീതയ്ക്കകത്തും ആ ശ്ലോകമുണ്ട്. ആ മന്ത്രമുള്ള തൈത്തിരിയോപനിഷത്ത്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള അസതോമ അസദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ എന്ന തുടങ്ങുന്ന മന്ത്രങ്ങളുള്ള ബൃഹദാരണ്യോപനിഷത്ത്. അപ്പം ഈശാവാസ്യോപനിഷത്ത്, കഠോപനിഷത്ത്, തൈത്തിരിയോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, ഇത് 4 യജുർവേദത്തിലുള്ളതാണ്. യജുർവേദത്തിലുള്ള 4 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളാണ് ഇവ. ഇനി ഋഗ്വേദത്തിലുള്ള ഒരു പ്രധാന ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഐതിര്യോപനിഷത്ത് എന്നാണ്. ഐതിരീയ മഹർഷിയുടെ ജ്ഞാനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഐതിര്യോപനിഷത്ത് എന്ന് പറയുന്നത്. ഇനി സാമവേദത്തിൽ 2 ഉപനിഷത്തുകളുടെ പ്രധാനപ്പെട്ട ഒന്ന് കേനോപനിഷത്ത്. ഈശ്വര ശക്തിയുടെ പ്രേരണ കൊണ്ടാണ് ജീവജാലങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത് എന്ന ആശയമാണ് പ്രധാനമായിട്ടും ഈ കേനോപനിഷത്തിൽ ഉള്ളത്. പിന്നീട് ഛാന്തോഗ്യോപനിഷത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓംകാരത്തിന്റെ പ്രാധാന്യം വർണ്ണിക്കുന്നതാണ് ഈ ഛാന്തോഗ്യോപനിഷത്ത്.
അപ്പം കേനോപനിഷത്തും ഛാന്തോഗ്യോപനിഷത്തും ചേർന്നാണ് സാമവേദം. സാമവേദത്തിലെ 2 പ്രധാന ഉപനിഷത്തുകൾ, ധാരാളം ഉണ്ട്, 1000 ഉണ്ട്, എന്നാൽ പ്രധാനപ്പെട്ട 2 ഉപനിഷത്തുകൾ. അതുപോലെ അഥർവവേദത്തിൽ അതിനകത്ത് ഉള്ളത് ഒന്ന് പ്രശ്നോപനിഷത്ത്. അതിനകത്ത് പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ അടങ്ങിയാണ് പ്രശ്നോപനിഷത്ത് എന്ന് പറയുന്നത്. പിന്നീട് മാണ്ഡൂക്യോപനിഷത്തുണ്ട്. മാണ്ഡൂക്യോപനിഷത്തിന്റെ പ്രത്യേകത അത് 12 മന്ത്രങ്ങൾ മാത്രമുള്ള ഏറ്റവും ചെറിയ ഉപനിഷത്താണ് മാണ്ഡൂക്യോപനിഷത്ത്. മണ്ഡൂക മഹർഷിയാണ് അത് രചിച്ചത്, മാണ്ഡൂക്യോപനിഷത്ത്. പിന്നീട് മുണ്ടകോപനിഷത്ത്, തലമുണ്ടനം ചെയ്ത സന്യാസിമാർക്കുള്ള പാഠങ്ങളും അവർക്കുള്ള ജ്ഞാനങ്ങളും ഒക്കെ ചേർന്നാണ് മാണ്ഡൂക്യോപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രശ്നോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, ഇത് മൂന്നുമാണ് അഥർവവേദത്തിലെ പ്രസിദ്ധമായ ഉപനിഷത്തുകൾ. അപ്പൊ ഈ 10 ഉപനിഷത്തുകളും നമ്മൾ വായിക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ വേദം പഠിച്ചതിന് വളരെ തുല്യമാണ്. അപ്പൊ ഓരോരുത്തരും ഇത് പഠിക്കണം. പിന്നെ ഇതിനകത്ത് കഥകൾ കൂടി ഉണ്ട്. ആ കഥകൾ കൂടി ഉള്ളതിനാൽ വായിക്കാൻ ഇമ്പമേറും. ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ സ്വാമി മൃഡാനന്ദ സ്വാമികൾ ഈ ദശോപനിഷത്തുകൾ ഓരോന്നിനും മലയാളത്തിൽ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. രാമകൃഷ്ണ ആശ്രമത്തിലെ ഈ പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ്. വളരെ കൊച്ചു കൊച്ചു പുസ്തകങ്ങളാണ്. വേദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ പുസ്തകങ്ങളൊന്നുമില്ല, വളരെ കൊച്ചു കൊച്ചു പുസ്തകങ്ങളാണ്. അത് പിന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിലപ്പം പലർക്കും അല്പം ബോറടിച്ചു കാണും. അപ്പൊ അതുകൊണ്ട് 1-2 കഥകൾ കൂടി പറഞ്ഞിട്ട് ഞാനിത് നിർത്താം എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താ കഥകൾ പറയുന്നത്? വേദങ്ങൾക്ക് കഥ പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഉപനിഷത്തുകൾ അതിനകത്ത് കഥയിൽ കൂടിയാണ് പല പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഐതിഹ്യോപനിഷത്തിനെ പറ്റി പറഞ്ഞു. ഐതിഹ്യോപനിഷത്ത് ഇതിനകത്തുള്ളതാണ്, ഋഗ്വേദത്തിനകത്തുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ് ഐതിഹ്യോപനിഷത്ത്. എന്താണ് ഐതിഹ്യോപനിഷത്ത്? ഐതരേയൻ എന്ന ഋഷിയാൽ പരിചിതമായ ഉപനിഷത്താണ് യഥാർത്ഥത്തിൽ ഐതിഹ്യോപനിഷത്ത് എന്ന് പറയുന്നത്. ഈ ഐതിഹ്യോപനിഷത്തിനെ പറ്റി പറയുന്ന ആ ഐതരേയൻ എന്ന ഋഷിയെ പറ്റി പറയുന്നുണ്ട്. മുമ്പ് പാഞ്ചാല ദേശീയനായ വിശാലൻ എന്നൊരു രാജു, ഇപ്പോഴൊന്നുമല്ല, വളരെ വളരെ പണ്ടാണ്, പാഞ്ചാല ദേശീയനായ വിശാലൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനേകം പത്നിമാരുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ പോലുള്ള 1-2 പത്നിമാരല്ല, അനേകം പത്നിമാരാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതില് ഒരാളുടെ പേര്, ഒരു പത്നിയുടെ പേര് ഇതര എന്നായിരുന്നു. ഇതര. ഇദ്ദേഹത്തിന്, അതായത് വിശാലൻ എന്ന രാജാവിന് ഇപ്പം പത്നിമാർ ധാരാളം പേരുണ്ടെങ്കിലും ഏതെങ്കിലും പത്നിയോട് അല്ലെങ്കിൽ പത്നിമാരുടെ പ്രത്യേക സ്നേഹം ഉണ്ടാവുമായിരിക്കും. അപ്പം ഈ ഇതര എന്ന് പറഞ്ഞ രാജ്ഞിയോട് പ്രത്യേക സ്നേഹം. അപ്പൊ അവളില് മറ്റു പത്നിമാരിലും ഒരു പുത്രനുണ്ടായി. മഹീദാസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മഹീദാസൻ എന്നാണ് ഇള എന്ന ഭാര്യയിൽ വിശാല രാജാവിനുണ്ടായ മകന്റെ പേര്. ഒരിക്കൽ യജ്ഞശാലയിൽ വെച്ച് പിതാവിന്റെ മടിയിൽ കയറിയിരിക്കണം എന്ന് മഹീദാസൻ വാശി പിടിച്ചു. നമുക്ക് പണ്ട് ധ്രുവന്റെ കഥ ഭാഗവതത്തിലുണ്ട്. അപ്പൊ ധ്രുവൻ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ മഹീദാസൻ പറയുകയാണ്, എനിക്ക് അച്ഛന്റെ മടിയിൽ കയറിയിരിക്കണം. പക്ഷേ മഹാരാജാവിന്റെ മറ്റു പത്നിമാർ ഇത് അനുവദിച്ചില്ല. അവർ മകനെ തടഞ്ഞു. അതിന്റെ ദുഃഖത്തില് ഇതര എന്ന രാജ്ഞി ദുഃഖിതയായിട്ട് ഭൂമി ദേവിയെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഭൂമി ദേവി മഹീദാസനെ ദിവ്യമായ ഒരു പീഠത്തിൽ ഇരുത്തിയിട്ട് ജ്ഞാനോപദേശം ചെയ്തു. അങ്ങനെ അദ്ദേഹം പരമജ്ഞാനിയായ ഋഷിയായി മാറി. ഇതരയുടെ പുത്രനായതുകൊണ്ട് ഐതരേയൻ എന്ന് അറിയപ്പെട്ടു. അങ്ങനെ ഐതരേയന്റെ ഐതരേയന്റെ എന്ന മഹർഷിയുടെ ഡീറ്റെയിൽസ് ആയതുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ അന്തർദൃഷ്ടിയിൽ നേടിയ കാര്യങ്ങളായതുകൊണ്ടാണ് ഇതിന് ഐതിഹ്യോപനിഷത്ത് എന്ന് പേര് കിട്ടിയത്. ഇനി ഒരു കഥ കൂടി പറയാം. തൈത്തിരീയോപനിഷത്ത് പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ പറയാം. തൈത്തിരീയോപനിഷത്ത് യഥാർത്ഥത്തില് യജുർവേദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായതാണ് തൈത്തിരീയോപനിഷത്ത്. നേരത്തെ ഞാൻ പറഞ്ഞു, വേദവ്യാസന്റെ 4 ശിഷ്യന്മാര്, പൈലൻ, വൈശമ്പായനൻ, ജൈമിനി, സുമന്തു, ഈ 4 ശിഷ്യന്മാര്. അപ്പം വേദവ്യാസൻ ഈ 4 വേദങ്ങളും പഠിച്ചതിന് ശേഷം ഈ 4 വേദങ്ങൾ ഈ 4 പേരെ ഏൽപ്പിച്ചു. പൈലൻ എന്ന ഋഷിയെ ഋഗ്വേദം പ്രചരിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു. വൈശമ്പായനൻ എന്ന് പറഞ്ഞ ശിഷ്യനെ യജുർവേദം പ്രചരിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു. ജൈമി എന്ന് പറഞ്ഞ ശിഷ്യനെ സാമവേദം പ്രചരിപ്പിക്കാനായിട്ട് നിയോഗിച്ചു.
സുമന്തു എന്ന് പറഞ്ഞ ശിഷ്യനെ അഥർവവേദം പ്രചരിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു. ഇതില് വൈശമ്പായനൻ, ഈ 4 മഹർഷിവര്യന്മാരും എല്ലാ ദിവസവും സായം സന്ധ്യാവേളയിൽ കൈലാസത്തിലെത്തി സന്ധ്യാവന്ദനാദികൾ കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ധ്യാനമുണ്ട്. അത് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യണം എന്ന് ഒരു നിഷ്കർഷ വേദവ്യാസൻ നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഭാരതത്തിന്റെയോ ലോകത്തിന്റെയോ പല ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് കൈലാസത്തിൽ എത്തിച്ചേരണം. ആ ഒരു നിഷ്കർഷയായിരുന്നു. അപ്പൊ നമ്മുടെ കൂട്ട് ഉള്ള യാത്രകളൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന്. അവർക്ക് അങ്ങനെ അവര് ആകാശത്തിൽ കൂടെ അവർ മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരിക്കുന്ന സ്ഥലത്ത് അവർ ചെല്ലും. അങ്ങനെയായിരുന്നു. അപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നെങ്കിലും സന്ധ്യാസമയത്ത് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും അവരുടെ ഫിസിക്കൽ ബോഡി കൈലാസത്തിൽ എത്തിച്ചേരും. അങ്ങനെ സന്ധ്യാസമയത്ത് അവര് ഒരുമിച്ച് ഒരു ധ്യാനം ഉണ്ടായിരുന്നു. സന്ധ്യാവന്ദനാദികൾ കഴിഞ്ഞിട്ട് ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഏതോ ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്തെങ്കിൽ വൈശമ്പായന മഹർഷിക്ക് കൈലാസത്തിൽ കൃത്യസമയത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല. അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സമയത്ത് എത്തിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ശിക്ഷയാണ്. ഉടൻ തന്നെ എന്താണ് ശിക്ഷ കിട്ടിയ? അദ്ദേഹത്തിന് ബ്രഹ്മഹത്യാ പാപം, അത്ര വളരെ ഒരു ഇതായിട്ടുള്ള പാപമാണ് ബ്രഹ്മഹത്യാ പാപം. വൈശമ്പായന മഹർഷിക്ക് ബ്രഹ്മഹത്യാ പാപം സിദ്ധിച്ചു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ധാരാളം പേരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ദശരഥനോട് പറഞ്ഞു, എനിക്ക് ഇന്ന് കൈലാസത്തിലെത്താൻ ഒത്തില്ല, എനിക്ക് ബ്രഹ്മഹത്യാ പാപം എനിക്ക് വന്നു പിടിച്ചു, എന്താ ചെയ്യുന്നു? അപ്പം അന്നത്തെ കാലത്ത് ഈ പാപം, അന്നത്തെ കാലത്തല്ല എപ്പോഴായാലും ഈ പാപങ്ങൾ മാറ്റാൻ വേണ്ടി അതിന് പാപ പരിഹാര കർമ്മങ്ങളുണ്ട്. അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. പാപ പരിഹാരത്തിന്, ദോഷ പരിഹാരത്തിനുള്ള കാര്യങ്ങൾ അന്നും ഇന്നും ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ധാരാളം ശിഷ്യന്മാരുണ്ടതിൽ ഒരു ശിഷ്യൻ, പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു യാജ്ഞവൽക്യൻ എന്ന് പറഞ്ഞ അദ്ദേഹം. യാജ്ഞവൽക്യൻ എന്ന മുനി ഉടനെ അദ്ദേഹത്തോട് പറയാണ്, വൈശമ്പായന മഹർഷിയെ, ഗുരു അങ്ങൊന്നുകൊണ്ടും വിഷമിക്കണ്ട, അങ്ങയുടെ ഈ ബ്രഹ്മഹത്യാപാപം ഞാൻ യാഗങ്ങൾ ചെയ്തിട്ട് ഞാനത് മാറ്റാം. മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് പ്രധാനിയായതുകൊണ്ട് ഞാനൊരു കേമനാണ് എന്നുള്ള ഒരു വിശ്വാസം ഈ യാജ്ഞവൽക്കനുണ്ടായിരുന്നു. ഇത് വൈശമ്പായന മഹർഷിക്ക് അറിയുകയും ചെയ്യായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ വൈശമ്പായന മഹർഷി അല്പം കോപിഷ്ഠനായി. എന്ത്? നീ ഒരാളെ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബ്രഹ്മഹത്യാഭാവം മാറ്റാവുന്നു, നീ ശ്രമിക്കാവുന്നല്ലേ പറയേണ്ടത്, നീ മാറ്റുമെന്നെന്തുകൊണ്ട് പറഞ്ഞു? നിന്റെ രീതി ശരിയല്ല, നിനക്ക് അഹങ്കാരമുണ്ടായി, ഈഗോ നില വളരെ കൂടുതൽ വ്യാപിച്ചു. അന്നത്തെ കാലത്ത് ഈഗോയൊക്കെ ഒരാൾക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ശിക്ഷ അനുഭവിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഇന്നത്തെ കാലത്തെ പറഞ്ഞാൽ അതുകൊണ്ട് ഇത്രയും നാള് നീ ആർജിച്ച വിജ്ഞാനങ്ങളെല്ലാം എൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ഇവിടുന്ന് പോവുക. യു ആർ ഗെറ്റ് ഔട്ട് ഫ്രം ദിസ് പ്ലേസ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഗെറ്റ് ഔട്ട് അടിച്ചെന്നാണ് പറയുന്നത്. വൈശമ്പായന മഹർഷി യാജ്ഞവൽക്യൻ എന്ന പ്രധാന ശിഷ്യനെ അദ്ദേഹത്തിന്റെ അഹംഭാവം കാരണം അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ നിന്നും പുറത്താക്കി. അദ്ദേഹം യാജ്ഞവൽക്യൻ ഉടൻ തന്നെ അദ്ദേഹം നേടിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം മുനിയുടെ മുമ്പിലേക്ക് ഛർദ്ദിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. ഛർദ്ദിച്ചു വെച്ചപ്പോഴത്തേക്ക് അദ്ദേഹം നേടിയ ആ വിജ്ഞാനങ്ങളെല്ലാം താഴേക്ക് പോയി. എന്നിട്ട് ഒന്നുമില്ലാതെ അദ്ദേഹം അവിടുന്ന് മടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഛർദ്ദിച്ചു വെച്ച ആ വിജ്ഞാനങ്ങളെല്ലാം തിത്തിര പക്ഷികൾ വന്ന് ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്. പല മുനിമാരും മറ്റ് ഭാഗങ്ങളിലെ പല മുനിമാരും തിത്തിര പക്ഷികളുടെ രൂപത്തിൽ വന്ന് ഈ ഛർദ്ദിൽ ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്. തിത്തിര പക്ഷി എന്ന് പറഞ്ഞാൽ തത്തമ്മയാണ്. ആ തത്തമ്മയുടെ രൂപത്തിൽ വന്ന് ഈ ഛർദ്ദിൽ മുഴുവൻ ഭക്ഷിച്ച് അവരെല്ലാവരും വിജ്ഞാന സാഗരത്തിലായി. അവര് വളരെ കൂടുതൽ വിജ്ഞാനങ്ങൾ ആർജിച്ചു. അപ്പൊ അങ്ങനെ ആർജിച്ച ആ മുനിമാരുടെ ശാഖകളിൽ നിന്നാണ് കൃഷ്ണ യജുർവേദം എന്നുള്ളൊരു വേദം ഉണ്ടായത്. യജുർവേദത്തിന്റെ 2 ശാഖകൾ, അതിൽ കൃഷ്ണ യജുർവേദം ഉണ്ടായത് ഈ തിത്തിര പക്ഷികളുടെ രൂപത്തിൽ ഇവര് മുനിമാര് വന്ന് ഭക്ഷിച്ച ഛർദിയുടെ അവശേഷമാണ്. ഈ യാജ്ഞവൽക്കൻ എന്ത് ചെയ്തു? അദ്ദേഹം നേരെ പോയി സൂര്യഭഗവാനെ തപസ് ചെയ്ത് അദ്ദേഹത്തെ പ്രത്യക്ഷമാക്കിയിട്ട് അദ്ദേഹത്തിൽ നിന്നും ജ്ഞാനം സമ്പാദിച്ചു. ഈ പറഞ്ഞ പോലെ വളരെ ഗൂഢമായ ജ്ഞാനങ്ങൾ അദ്ദേഹം വിജ്ഞാനത്തിന്റെ രൂപത്തിൽ അദ്ദേഹം സമാഹരിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രചരിപ്പിച്ച വേദമാണ് ശുക്ല യജുർവേദം എന്ന് പറയുന്നത്.
അതായത് വെളുത്ത സൂര്യനിൽ നിന്ന് കിട്ടിയത് കൊണ്ട് അതിന് ശുക്ല യജുർവേദം എന്ന് പേര് കൊടുത്തു. അപ്പൊ യജുർവേദത്തിന്റെ രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ശുക്ല യജുർവേദവും കൃഷ്ണ യജുർവേദവും. കൃഷ്ണ യജുർവേദം എന്ന് പറഞ്ഞാൽ കറുത്ത യജുർവേദം, അതായത് ഛർദിൽ എന്നുള്ള അതിന്റെ അംശത്തിൽ നിന്ന് സ്വാംശീകരിച്ച വിജ്ഞാനം, അതാണ് കൃഷ്ണ യജുർവേദം. സൂര്യനിൽ നിന്ന് യാജ്ഞവൽക്യ മുനി നേരിട്ട് സമ്പാദിച്ചത് ശുക്ല യജുർവേദം എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഈ രണ്ട് കഥകൾ. സമയം ഏകദേശം തീരാറാവുന്നു. അവസാനമായി മനുഷ്യ ജീവിതയാത്രയെപ്പറ്റി കൂടെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മുടെ മനുഷ്യന്റെ ആയുസ് യഥാർത്ഥത്തിൽ 100 വർഷമാണെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. അതിൽ 25 വയസ്സ് വരെ നമ്മളുടെ ബ്രഹ്മചര്യമാണ്. ഈ ബ്രഹ്മചര്യത്തിൽ യഥാർത്ഥത്തിൽ ഉത്തമ വിദ്യാഭ്യാസമാണ് ചെയ്യേണ്ടത്. ഉത്തമ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വേദങ്ങളിലെ സംഹിതകൾ പഠിക്കണമെന്നാണ് പറയുന്നത്. 50 വയസ്സ് വരെ, 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഗാർഹസ്ഥ്യ ജീവിതമാണ്. എന്താണ് കാര്യം? മാതൃകാപരമായ കുടുംബ ജീവിതം. അതിനുള്ളതാണ് 50 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആ സമയത്ത് ബ്രാഹ്മണങ്ങൾ പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ 75 വയസ്സ് വരെ, 50 മുതൽ 75 വയസ്സ് വരെ വാനപ്രസ്ഥമാണ്. വാനപ്രസ്ഥം എന്താണ്? പുരുഷാർത്ഥത്തിനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അത് ആ സമയത്ത് ആരണ്യകം എന്ന് പറയുന്ന വേദശാഖകൾ പഠിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ 100 വയസ്സ് വരെ ചെയ്യേണ്ടത് സന്യാസമാണ്. എന്താണ്? പരിപൂർണമായ ബന്ധവിമോചനം, മോക്ഷ മാർഗത്തിലേക്ക്. അതാണ് ഉപനിഷത്ത്. അപ്പൊ ആ സമയത്ത് പഠിക്കേണ്ടതാണ് ഉപനിഷത്ത് എന്ന് പറയും. പക്ഷെ എന്നാലും നമ്മൾ ഇതൊന്നും അപ്പോഴത്തേക്ക് വെക്കണ്ട. 100 വയസ്സ് വരെ നമ്മൾ ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നേരത്തെ പഠിക്കുക, ഉപനിഷത്തിലും കാര്യങ്ങളും ഒക്കെ പഠിക്കുക. അപ്പൊ വേദങ്ങളിലെ ചില പൊരുളുകളെ പറ്റി മാത്രമേ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി വേദത്തിൽ ധാരാളം കാര്യങ്ങൾ വേറെയുണ്ട്. മീമാംസ, ദർശനങ്ങള്, വ്യാകരണം, ശിക്ഷ, നിരുക്തം, ഛന്ദസ് തുടങ്ങിയ വേദാംഗങ്ങളുണ്ട്. പിന്നെ ഉപവേദങ്ങളുണ്ട്, സ്മൃതികളുണ്ട്, ശ്രുതികളുണ്ട്, പുരാണങ്ങള്, ഇതിഹാസങ്ങള്, ഇങ്ങനെ പല പല ഭാഗങ്ങൾ ഇനിയും ധാരാളം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഒന്നും ഇപ്പം വിവരിക്കാൻ ഒക്കുന്നില്ല. അപ്പൊ എന്നാലും അറിയാവുന്ന കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം ഞാൻ പകർന്നു തന്നു. അപ്പം ഏകദേശം സമയം 7 മണിയായി. നമുക്ക് തൽക്കാലം ഇത് നിർത്താം. അപ്പം നിർത്തുന്നതിന് മുമ്പായി ഒരു 1 മിനിറ്റ് നമുക്ക് ശകലം മെഡിറ്റേഷൻ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. 1 മിനിറ്റ് ദയവായി കണ്ണുകൾ അടയ്ക്കുക. കൈകളും കാലുകളും കോർത്ത് പിടിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനം കണ്ണുകൾ തുറക്കുക. ഒരു പുഞ്ചിരിയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ PMC മലയാളം ഒരു സാഹചര്യം ഒരുക്കി തന്നതിന് PMC മലയാളത്തിനോട് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഒപ്പം ഇതിൽ പങ്കെടുത്തവർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് ഞാൻ മനസ്സിലാക്കും. നമസ്കാരം. സർ, വളരെ യൂസ്ഫുൾ ആയിരുന്നു. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഈസി ആയിട്ട് മീൻസ് ക്ലാസ്സിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് സമയമില്ലല്ലോ വേദങ്ങളൊക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഉപനിഷത്തുകൾ പഠിച്ചാൽ തന്നെ നോളജ് കിട്ടും. എൻ്റെ കുറെ ഡീറ്റെയിൽസ് ആയിട്ട് സർ പറഞ്ഞു. എനിക്ക് ഒരു സെക്കൻഡ് സെഷനും സാറിൻ്റെ ഇപ്പോൾ എടുക്കാൻ പറ്റും. മീൻസ് അത്രയും ഡീറ്റെയിൽ മറ്റേതും പറഞ്ഞില്ല. ഇപ്പോൾ സ്മൃതി അതൊക്കെ ഉണ്ടല്ലോ, അതും മനസ്സിലാക്കിയത് നന്നായിരിക്കും. വളരെ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. വളരെ യൂസ്ഫുൾ ആയിരുന്നു.
ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡൗട്ട്? ഓക്കെ സർ. മാം മ്യൂട്ടാണ്. താങ്ക് യു സന്തോഷ്. ഇന്നൊരു വലിയൊരു ടോപ്പിക്കാണ് സന്തോഷ് വളരെ ലൈറ്റ് ആയിട്ട് എല്ലാവർക്കും പങ്കുവെച്ച് അത് ഇതാക്കി തന്നത്. ഇനിയും ഈ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കുറേ സന്തോഷിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കിനിയും ഇതുപോലത്തെ ടോക്സ് നമുക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് ഒരു ടോപ്പിക്കായിട്ടെങ്കിലും നമുക്ക് പ്രസന്റ് ചെയ്ത് തന്നാൽ നല്ലതായിരിക്കും. നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. PMC എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ കൂടി എല്ലായിടത്തും ഉള്ള ജനങ്ങൾക്ക് ഈ അറിവുകൾ എല്ലാവർക്കും എത്തിച്ചേരട്ടെ. അത് അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്, നല്ലോണം പരിശ്രമിച്ചിട്ടുണ്ട് സന്തോഷ്. ഈ അതിനെ കണ്ടൻസ് ചെയ്ത് ഇത്രയും വ്യാപ്തിയുള്ള ഒരു ടോപ്പിക്കിനെ ആ ഒരു എനിക്ക് തന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ്, സന്തോഷം. നന്ദി, നന്ദി, നന്ദി. Thank you, Santosh. Thank you. Thank you, ഈ ഒരു sir. Thank കടലാണ് you.